എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശും കിരണും സേവ്യറും കൂടി ഇന്ന് സംസാരിക്കുകയാണ്. അന്നേരം എങ്ങനെയും ഡേവിഡ് ആരെയാണ് വിളിക്കുന്നത്, ഡേവിഡിൻ്റെ സോഴ്സ് എന്താണ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാമെന്ന് സേവ്യർ പറയുന്നുണ്ട്. അതുപോലെ ഡേവിഡ് വിളിക്കുന്ന ചില കോളുകൾ ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് വേറെ എന്തോ ട്രിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും അയാളുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കണ്ടുപിടിച്ചിരിക്കുമെന്ന് ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട് സേവ്യർ. അന്നേരം ഒരു ചെറിയ സമാധാനം ആവുന്നുണ്ട് കേട്ടോ ആദർശന്. അതുപോലെ അഭിയുടെ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അഭി ആരെ വിളിച്ചാലും ഇവർക്ക് അറിയാൻ പറ്റും. ഏതായാലും കുറേ ദിവസം കഴിഞ്ഞ് എല്ലാ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം ഞാൻ വിളിക്കാമെന്ന് പറയുന്നു ആദർശനോടും കിരണിനോടും. അവർ അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. എന്നിട്ട് അതുപോലെ തന്നെ അങ്ങേര് പറയുന്നുണ്ട്, ഞാൻ ഈ ചെയ്യുന്നതെല്ലാം ഇല്ലീഗലാണ്, പക്ഷേ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്നുള്ളൊരു സമാധാനത്തിലാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എന്നും പറയുന്നുണ്ട്. ഏതായാലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവരിവിടുന്ന് പോരുന്നു. പോകുന്നതിന് ശേഷം അവർ പുറത്തു നിന്ന് സംസാരിക്കുവാണ് ആദർശും കിരണും. അന്നേരം ആദർശ് കിരണിനോട് പറയുന്നുണ്ട്, ഇവർ അന്വേഷിച്ചതിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഡേവിഡിന് സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് വലിയ പാരമ്പര്യമൊന്നുമില്ല. അതുപോലെ അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ സ്വർണ്ണ മേഖലയിൽ വിൽപ്പനയിൽ ഇങ്ങനെ പെട്ടെന്നൊന്ന് കയറി വരാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ വേറെ ആരും ഇവരുടെ ഇയാളുടെ പുറകിലുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് ആദർശ്. അന്നേരം കിരണും പറയുന്നുണ്ട്, അത് നേരാണ്. സ്വർണ്ണ മേഖലയിൽ അല്ലെങ്കിൽ സ്വർണ്ണ ബിസിനസ് നടത്തുമ്പം അത് വിജയിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിൻ്റെ എല്ലാ ട്രിക്കും എല്ലാ വഴികളും വിജയിക്കാനുള്ള എല്ലാ വഴികളും അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു പാരമ്പര്യവും ഇല്ലാതെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് 2 വർഷം കൊണ്ടാണ് അവർ ഇത്രയും വളർന്നത്. അങ്ങനെ സാധിക്കില്ല എന്ന് കിരണും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡേവിഡ് വെറും ബിനാമിയാണ് എന്ന് അവർ ഉറപ്പിക്കുന്നു. ഡേവിഡിന് പുറകിലുള്ള ആ ആളെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നും പറയുന്നുണ്ട്. അതുപോലെ ആദർശ് പറയുന്നുണ്ട്, ആദർശ് ഇവിടുന്ന് ഇറങ്ങിയതും അന്ന് ദുബായി ചെന്നതും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാൾ കറക്റ്റ് അറിഞ്ഞിട്ടുണ്ട്. ആദർശ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം, എയർപോർട്ടിൽ നിന്ന് പോകുന്ന സമയം എല്ലാം അവർ കറക്റ്റ് അറിഞ്ഞു. അങ്ങനെ അറിയണമെങ്കിൽ ആരോ ആദർശിനെ ഒറ്റി കൊടുക്കുന്നുണ്ട് എന്ന് പറയുക. അന്നേരം കിരൺ പറയുന്നുണ്ട്, അത് നീ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, അഭി തന്നെയായിരിക്കും, അവനായിരിക്കും ഇതെല്ലാം ഒറ്റി കൊടുക്കുന്നത് എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, എനിക്ക് സംശയമുണ്ട്. ഇതിനു മുമ്പ് കള്ളക്കടത്ത് സ്വർണം വിറ്റതിൻ്റെ പേരിൽ അവൻ ജയിലിലായതാണല്ലോ. അതുപോലെ അഭിക്ക് ഡേവിഡുമായിട്ട് നല്ല ബന്ധമുണ്ടെന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അവനെ ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ട് പരസ്പരം. ഈ സമയം അവന്തികയും നാഗേന്ദ്രനും ഡേവിഡോട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവർ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ആദർശ് സിംഗിൻ്റെ വേഷത്തിൽ അങ്ങോട്ട് ചെന്നിട്ട് വലിയ വലിയ ഓഫറുകളാണല്ലോ കൊടുത്തത്. 1000 കോടിക്ക് മേലെ ഒരു പർച്ചേസിങ് അയാൾ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഡയമണ്ട് തന്നെ അയാൾ ഇത്രയും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല. നമ്മൾ കേരളം കീഴടക്കിയിരിക്കും. ഇനി മൂർത്തി ജ്വല്ലറി തല പൊക്കത്തില്ല. ഇത്രയും സപ്പോർട്ട് ഈ നാട്ടിൽ എനിക്ക് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ദുബായിൽ നമ്മൾ മുന്നേറിയെങ്കിലും ഇവിടെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുമെന്നാണ് കരുതിയത്. പക്ഷേ ഇങ്ങനെ ഒരു നല്ല അവസരം കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. ഏതായാലും എൻ്റെ മകൾ എൻ്റെ കൂടെ വന്നതിന് ശേഷം എനിക്ക് ഉയർച്ച മാത്രമേ ഉള്ളൂ. എൻ്റെ മോളൊരു രാശിയുള്ള കുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം അവന്തികയ്ക്ക്. അവന്തിക ഭയങ്കര സന്തോഷത്തോട് പറയുന്നുണ്ട്, അച്ഛാ നമുക്കിനി ഒരു കാര്യം കൂടി ചെയ്യണം. നയന കളക്ഷൻസ് ആയിരുന്നു കഴിഞ്ഞ ഓണം വരെ കേരളത്തിൽ അലയടിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രാൻഡ്. അതിന് മേലെ ഒരു ബ്രാൻഡ് നമുക്കുണ്ടാകണം. അതിനു വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണമെന്ന് പറയും. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മോള് പറയുന്നതിന് മുമ്പ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഡിസൈനർമാരെ വേണമെന്ന് പറഞ്ഞതും അതിനുള്ള ഇൻ്റർവ്യൂകൾ നടത്തുന്നതും. കുറേ പേരൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയും. അന്നേരം അവന്തിക പറയുന്നുണ്ട്, വന്നിട്ടുണ്ടെങ്കിലും അവരാരും ഈ നയന കളക്ഷൻസിനെ കവച്ചു വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡിസൈനേഴ്സ് അല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നല്ല ആളെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറയുമ്പം ഡേവിഡ് പറയുന്നുണ്ട്, അതിന് വിഷമിക്കുകയൊന്നും വേണ്ട, ഇനിയും പലരും വരും, നമുക്ക് അതിൽ നിന്ന് മെച്ചപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കാം എന്ന് പറയുവാണ്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മോളൊരു ആഗ്രഹം പറഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടാകണം. തനിക്ക് പറ്റുന്ന രീതിയിൽ താൻ അന്വേഷിക്കുക, എനിക്ക് പറ്റുന്ന പോലെ ഞാനും ചെയ്തോളാം എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് അവന്തികയോട് പറയുന്നുണ്ട്, മോളെ നീ ഒരു കാര്യം ഓർത്താൽ നല്ലതാണ്. നയന അവൾ ഇത്തിരി ബുദ്ധി കൂടിയ സൈസാണ്. അതുകൊണ്ടാണ് അവൾ ആ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാവരെയും ഒതുക്കി അധികാരം അവളുടെ കയ്യിലേക്ക് എത്തിച്ചത്. അവൾ വന്നതിന് ശേഷമല്ലേ നിൻ്റെ അമ്മയും ഏട്ടനും ഒക്കെ ഒരു സൈഡായി പോയത്. അതുകൊണ്ട് അവളെയും ഒതുക്കാനുള്ളതൊക്കെ നമുക്ക് ചെയ്യണം. പിന്നെ ഇനി ഒരിക്കലും മൂർത്തി ജുവലേഴ്സ് തിരിച്ചു വരത്തില്ല. അത് നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. മൂർത്തി ജുവലേഴ്സിൻ്റെ മുകളിലേക്ക് എത്താൻ വേണ്ടി മറ്റു ജ്വല്ലറികളും ശ്രമിക്കുന്നുണ്ട്. നമ്മൾ അതിനൊരു നിമിത്തമായെന്നോ മാത്രമേ ഉള്ളൂ.
ഏതായാലും അവിടുത്തെ അധികാരം പിടിച്ചെടുക്കാൻ നയനയ്ക്ക് പറ്റിയെങ്കിലും നീ ഒരു കാര്യം വിചാരിക്കണം, അവളും അവളുടെ കെട്ടിയവനും ഇപ്പം ആ വീടിൻ്റെ പുറത്താണ്. ഇനി ഒരിക്കലും അവർ ആ വീട്ടിലേക്ക് തിരിച്ച് കയറാതിരിക്കാനുള്ളതൊക്കെ അച്ഛൻ ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അവന്തിക്ക്. പിന്നീട് അനിയെ കാണിക്കുന്നുണ്ട്. അനി എം.ടി കസേരയിൽ ഇരുന്നതിന് ശേഷം അങ്ങ് മനസ്സുറപ്പിച്ചെങ്കിൽ ഇരിക്കാൻ പറ്റുന്നില്ല, ആകെ വിഷമത്തിലാണ്. അന്നേരം നന്ദു ഒരു വീഡിയോ കോൾ വിളിക്കും അനിയെ. അന്നേരം അനി ചോദിക്കുന്നുണ്ട്, ഞാൻ എം.ടി കസേരയിൽ ഇരിക്കുന്നത് കാണാനാണോ നീയും വീഡിയോ കോൾ ചെയ്തതെന്ന് ചോദിക്കുമ്പം ഞാൻ അതിന് വേണ്ടിയൊന്നും അല്ല ചെയ്തത്, വീഡിയോ കോൾ ചെയ്തത് നീ ഇത്തിരി വിഷമത്തിലാണ് എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടൊന്ന് ആശ്വസിപ്പിച്ചേക്കാം, കുറച്ച് ധൈര്യം തന്നേക്കാം എന്ന് കരുതി ഞാൻ വിളിച്ചതാണ്. ഇങ്ങനെ വിളിക്കുന്നതല്ലേ നിനക്ക് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുമ്പം അതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ എൻ്റെ അമ്മ കുറച്ച് മുമ്പ് വിളിച്ചിട്ടിരിക്കുക ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നത് കാണാൻ വേണ്ടി. അമ്മ ഇപ്പം മറ്റൊരാളായി മാറിക്കഴിഞ്ഞു. ഞാൻ ഇനി ഒരിക്കലും ഈ സ്ഥാനത്ത് നിന്ന് മാറാതിരിക്കാൻ അമ്മ ഇനി പ്രാർത്ഥിക്കുകയും ചെയ്യും എന്ന് അനി പറയുമ്പം നന്ദു ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മ പിന്നെയും പഴയ രീതിയിലേക്ക് പോവുകയാണല്ലേ എന്ന്. അന്നേരം എന്ത് ചെയ്യാം എന്നിങ്ങനെ വിഷമത്തോടെ പറയുന്നുണ്ട് അനി. ഏതായാലും ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ട് നവീൻ കയറി വരും. അന്നേരം അനിയുടെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, നവീനേട്ടൻ. ഏതായാലും ഞാൻ വെക്കുവാന്ന് പറഞ്ഞാൽ നന്ദു അങ്ങ് വെക്കും. അന്നേരം ആകെ വിഷമാകുന്നുണ്ട് എനിക്ക്. ഇതെന്തൊരു കഷ്ടമാണ് എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. എന്തായാലും നവീൻ വന്നത് എന്തിനാണ് എന്ന് നന്ദു ചോദിക്കുമ്പോൾ ഒരു കേസിൻ്റെ ആവശ്യത്തിനായിട്ടാണ് വന്നത്, അതിന് നന്ദുവിൻ്റെ സഹായവും വേണം എന്ന് പറയും. പിന്നെ കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഞാൻ ഈ സ്റ്റേഷനിൽ വന്നതിന് ശേഷം ഇതുപോലുള്ള ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ കുടുംബവും കുട്ടികളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സ്വതന്ത്രമായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുമ്പം നവീൻ ചോദിക്കും, അതെന്തിന് ഈ കുടുംബവും കുട്ടികളെയൊക്കെ വേണ്ടെന്ന് വെക്കുന്നത്? തന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ഭർത്താവിനെ കിട്ടിയാൽ അങ്ങനെ ഒരു ജീവിതം സെലക്ട് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പം അങ്ങനെയൊന്നും കിട്ടണ്ടേ? ഏതായാലും അതവിടെ നിൽക്കട്ടെ. നവീനേട്ടൻ്റെ വിവാഹക്കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പം അതിങ്ങനെ തട്ടിമുട്ടി മുന്നോട്ട് പോവുകയാണ്. വിവാഹം കഴിക്കുന്നെങ്കിൽ അടുത്ത ചിങ്ങത്തിന് മുമ്പ് എനിക്ക് വിവാഹം നടക്കണം, അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് നവീൻ പറയുന്നുണ്ട്. അന്നേരം ഒരു ചെറുപുഞ്ചിരിയോടെ ഇത് കേട്ട് ഇരിക്കുവാണ് നന്ദു. ഈ സമയം വീട്ടിൽ നവീൻ്റെ അമ്മയും മുത്തശ്ശനോടെ നവീന് മറ്റൊരു വിവാഹാലോചന നടത്തുവാണ്. വേറെ ആരുമല്ല, അവന്തികയുമായിട്ടുള്ള വിവാഹം എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം. അങ്ങനെയാകുമ്പം അതൊരു നല്ല ബന്ധമാകും. നമുക്കും അവർക്കും ഇതിനേക്കാൾ നല്ലൊരു ബന്ധം കിട്ടാനില്ല. അങ്ങനെ ആ വീടുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും നല്ലതാണ്, ഒരു ബലമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ അതിനെപ്പറ്റി കുറച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ മുത്തശ്ശനെ കാണിക്കുന്നു. മുത്തശ്ശന് ഭയങ്കര പനിയാട്ടോ, വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പനി വന്നിട്ട് മുത്തശ്ശി വന്ന് നോക്കുമ്പോൾ മരുന്നൊക്കെ കൊടുത്തായിരുന്നു, പക്ഷേ പനി കുറയുന്നില്ല. അതുകൊണ്ട് മുത്തശ്ശി പറയുവാണ്, ഇനിയും ഇത് വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാകില്ല, ഹോസ്പിറ്റലിൽ പോകാമെന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, വേണ്ട, നമ്മൾ ആരെയും ശല്യം ചെയ്യാൻ പോകണ്ട എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി സമ്മതിക്കത്തില്ല. മുത്തശ്ശി ജയനെ വിളിച്ചിട്ട് റൂമിലേക്ക് വരാൻ പറയും. അവർ റൂമിലേക്ക് വന്നു കഴിയുമ്പം മുത്തശ്ശന് നല്ല പനിയാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പം മുത്തശ്ശൻ വേണ്ട എന്നൊക്കെയാണ് പറയുന്നത്. അന്നേരം ദേവേന് പറയും, ഇത് ശരിയാകില്ല, വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാകില്ല, നമുക്ക് പോകാമെന്ന് പറയും. എന്നാൽ പോകാം എന്ന് പിന്നെ ലാസ്റ്റ് മുത്തശ്ശി സമ്മതിക്കുന്നു. അങ്ങനെ മുത്തശ്ശനെയും കൂട്ടി ജയൻ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിയുമ്പം ദേവയാനി മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ആദർശും നയനയും ഇവിടുന്ന് പോയതിന് ശേഷം അച്ഛന് ഭയങ്കര ക്ഷീണമാണ്, അവർ പോയതിൽ വിഷമമൊന്നും ഇല്ല എന്ന് അച്ഛൻ പറയുന്നുണ്ടെങ്കിലും മനസ്സിൽ നല്ല വിഷമമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അത് അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ അത് സമ്മതിച്ച് തരത്തില്ല അദ്ദേഹം, അതാ കുഴപ്പം എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. പിന്നെ ഈ സമയത്ത് ഭയങ്കര വിഷമം വരുവാണ് നയനയ്ക്ക്. എന്തൊക്കെയോ ആർക്കൊക്കെയോ സംഭവിക്കുന്നു എന്നൊരു തോന്നൽ, ആകെ വിഷമാകുന്നു. ആദർശനോട് ഇത് പറയുന്നുണ്ട്, വീട്ടിലെന്തോ പ്രശ്നമുള്ളപോലെ എനിക്ക് തോന്നുന്നു ആദർശട്ടെ, എന്തോ വിഷമം പോലെ തോന്നുവാന്ന് പറയുമ്പോൾ ആദർശ് പറയും, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട, ഫോൺ വിളിച്ച് നോക്കുന്നത്. അങ്ങനെ ദേവയാനി വിളിച്ചിട്ട് ചോദിക്കും, അമ്മ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശന് ചെറിയ പനി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടേ ഉള്ളൂ എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അവിടെ ആർക്കെന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി, എനിക്കെന്തോ ഒരു മനസ്സിനൊരു വിഷമമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്നൊക്കെ പറയുമ്പം അങ്ങനെ പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു പനിയാണ്, പിന്നെ ഒരു കുളിരും വിറയലും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ്, വേറെ വലിയ പ്രശ്നമൊന്നും കാണുകയില്ല, മോള് ടെൻഷൻ ആകണ്ട എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും ആദർശ് ഫോൺ മേടിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശന് കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാ, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാം ആദർശനോടും. അത് കഴിഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം ആദർശ് പറയും, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്ന്. അന്നേരം നയന പറയും, ഞാനും കൂടെ വരുമെന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നീ കൂടെ വരണ്ട, നിനക്ക് വയ്യാത്തല്ല, നീ ഇവിടെ ഇരുന്നു എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഞാൻ വരുന്നത് ആദർശേൻ്റെ കൂടെയാണ്, എനിക്ക് മുത്തശ്ശനെ കാണണം, പിന്നെ നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിലേക്കല്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്ന് കാണിക്കാമല്ലോ, അതുകൊണ്ട് ഞാൻ വരും എന്ന് തന്നെ പറയുവാണ്. പിന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കൂടെ കൊണ്ടുപോകാം എന്ന് സമ്മതിക്കുന്നുണ്ട് ആദർശ്. പിന്നെ അതിൻ്റെ കൂടെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ, നമ്മൾ ആ വീട്ടിൽ നിന്ന് പോന്നപ്പം എനിക്കൊരു പ്രശ്നവുമില്ല, വിഷമവുമില്ല എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞാലും മുത്തശ്ശൻ്റെ ഉള്ളിൽ വിഷമം കാണും, അതുകൊണ്ടാണ് മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ വന്നത്, വയ്യായിക വന്നത്, അതുകൊണ്ട് നമ്മളെ
കണ്ടാൽ ചിലപ്പം കുറഞ്ഞാലോ, അതുകൊണ്ട് നമുക്ക് പോകാം, ഇഷ്ടക്കേട് കാണിച്ചാലും പോകാം എന്നാട്ടോ ആദർശ് പറയുന്നത്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ട്രിപ്പൊക്കെ ഇട്ട് കിടക്കുന്ന മുത്തശ്ശനെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.